നീറ്റ് നെറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. വിവിധ ജില്ലകളിൽ നടന്ന പ്രതിഷേധ മാർച്ചുകളിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിവിധയിടങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ ഉന്നത നേതാക്കൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് ക്രമക്കേടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് ഡിവൈഎഫ്ഐ തെരുവിലിറങ്ങിയത്. തിരുവനന്തപുരത്ത് എജിഎസ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് വി.കെ. സനോജ് പറഞ്ഞു. അന്വേഷണം നടത്തി അവസാനിപ്പിക്കേണ്ട കേസല്ല ഇതെന്നും സനോജ് കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ള നെറ്റ് ഉൾപ്പെടെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള പരീക്ഷകൾ അതിന്റെ ചോദ്യപേപ്പറാകെ ചോർന്നിരിക്കുന്നു എന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സത്യത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ചോദ്യപേപ്പറുകൾ ചോർന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ നാട് അറിഞ്ഞത്? എന്തിനാണ് രാജ്യത്താകെ ഇങ്ങനെ ഒരു പരീക്ഷാ സമ്പ്രദായം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് പാലക്കാട് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. രാജ്യത്തെ എല്ലാ പരീക്ഷകളും അട്ടിമറിക്കപ്പെട്ടു. തട്ടിപ്പിന്റെ കേന്ദ്രമായി ബിജെപി മാറിയെന്നും വസീഫ് പറഞ്ഞു. ഗവൺമെന്റ് ചെയ്ത ഒരു വല്ലാത്ത തെറ്റുണ്ട്. ഈ വിദ്യാർത്ഥികൾ 24 ലക്ഷത്തോളം നീറ്റ് അഴിമതിയിൽ ലോകത്തിനു മുന്നിൽ രാജ്യം നാണം കിട്ടുമെന്നും എൻഡിഎ പിരിച്ചുവിടണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ജേക്സി തോമസ് കോഴിക്കോട് പറഞ്ഞു. കൊച്ചി റിസർവ് ബാങ്ക് ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. നോർത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് റിസർവ് ബാങ്കിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. സമരം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലും മലപ്പുറത്തും പത്തനംതിട്ടയിലും തുടങ്ങി വിവിധ ജില്ലകളിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.